ടൈം കഴിഞ്ഞു സാർ. യെസ് യെസ് യെസ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ മുന്നോട്ട് വെച്ച ധനകാര്യ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള പ്രമേയത്തെ ഞാൻ പിന്താങ്ങുകയാണ്. അങ്ങേക്ക് 10 മിനിറ്റാണ് സാർ. 2016 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് പൊതുച്ചെലവായി ബഡ്ജറ്റിൽ കണക്കാക്കി വെച്ച നിർദ്ദേശം ഏകദേശം 80,000 കോടി രൂപയ്ക്ക് താഴെയാണ്. 8.5 വർഷക്കാലം പിന്നിടുമ്പോൾ 2025 ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് ചെലവ് 2 ലക്ഷം കോടിയിലധികം രൂപയായി വർദ്ധിച്ചു. ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് കാണേണ്ടത്. സാർ, ഇവിടെ കോവളത്തെ പ്രിയപ്പെട്ട MLA വിൻസെൻ്റ് ഈ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ സിനിമ പൂർണ്ണമായി കാണണം. അത് ഒന്ന് കണ്ടാൽ നന്നായിരിക്കും. തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യസമര പോരാളിയാണ് വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ. ആ വീരപാണ്ഡ്യ കട്ടപ്പൊമ്മൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയതാണ്. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് കേരളത്തെ ഞെരിച്ചു നിൽക്കുമ്പോൾ കേരളം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടം നടത്തി കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന മനുഷ്യനെ സംരക്ഷിക്കാനും ക്ഷേമപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി അതിശക്തമായ സമരമുഖം തുറക്കുന്നൊരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2024 ഫെബ്രുവരി മാസം 8-ാം തീയതി ഡൽഹിയിൽ സമരം നടത്തിയത്. BJP ഇതര ഗവൺമെൻറ്റുകളുമായി കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായ അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ കട്ടപ്പൊമ്മനെ ചതിച്ചൊരു കഥാപാത്രമുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കുന്നില്ല, ഒരു നാട്ടുരാജാവ് എട്ടപ്പൻ്റെ പണിയാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നത്. നന്നായി ഓർക്കുക, ഒരിക്കൽ കൂടെ സിനിമ കണ്ടാൽ നന്നായിരിക്കും. നമുക്കറിയാമല്ലോ, ഈ 8 വർഷക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വ്യത്യസ്ത മേഖലയിൽ അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ബാധ്യത ഒന്ന്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് 2014 അദ്ദേഹമാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ പത്രക്കാർ സമീപിച്ചു, മാധ്യമപ്രവർത്തകരെ സമീപിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ക്ഷേമ പെൻഷനുകൾ 18 മാസക്കാലത്തുള്ള കുടിശ്ശികയുണ്ടല്ലോ, അത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ബജറ്റിൽ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചില്ലല്ലോ. ഇപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ വാചകം ഇപ്പോഴും യൂട്യൂബിലുണ്ട്, ഒന്ന് പരിശോധിക്കുക. എന്താ പറഞ്ഞ ഉമ്മൻചാണ്ടി? കേരളത്തിലെ റവന്യൂ വരുമാനത്തിൻ്റെ 83% തുകയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടി വരും. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് 36 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിർവാഹവും നിവർത്തിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഭരിച്ചവരാണ് നിങ്ങളുടെ മുൻപുറക്കാർ. നന്നായി ഓർത്താൽ നന്നായിരിക്കും. അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ 36 ലക്ഷത്തോളം വരുന്ന പെൻഷൻ മാത്രമല്ലല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് വിവിധ ഘട്ടങ്ങളിൽ വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, അഗതി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയിട്ടുള്ള ക്യാൻസർ രോഗികളുടെ പെൻഷൻ അടക്കമുള്ള അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാതെ ഫ്രീസ് ചെയ്തിരുന്നു, കെട്ടിക്കിടന്നിരുന്നു, തൊടാൻ കഴിയില്ല. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഒന്നാം പിണറായി സർക്കാർ ആ പെൻഷൻ്റെ അപേക്ഷകളെല്ലാം സോർട്ട് ചെയ്ത് അർഹതപ്പെട്ടവരുടെ പെൻഷൻ വർദ്ധിപ്പിച്ച് 62 ലക്ഷമായി വർദ്ധിപ്പിച്ചത്. 600 രൂപ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു മാസം മാറ്റിവെക്കേണ്ട തുക 220 കോടി രൂപ മാത്രമാകുമ്പോൾ പിണറായി സർക്കാർ മാറ്റിവെക്കുന്നത് 900 കോടി രൂപയാണ് എന്ന് നിങ്ങൾ കുറിച്ച് വയ്ക്കുക. ഇവിടെ വിൻസെൻ്റ് പറഞ്ഞല്ലോ, ഇവിടെ ആകെ പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല വിൻസെൻ്റ്. വിഴിഞ്ഞത്തൊന്നും നടന്നില്ലെന്ന് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. വിഴിഞ്ഞത്ത് ഗൂഢാലോചന നടത്തി പാവപ്പെട്ട വികാരിമാരെയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുത്തിത്തിരിപ്പുണ്ടാക്കി സമരം നടത്തി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിന് ആസൂത്രണം വഹിച്ച വ്യക്തിയാണ് ഇവിടെ വന്ന് റിംഗ് റോഡ് നടന്നില്ല, റെയിൽവേ നടന്നില്ല എന്ന് പരിതപിക്കുന്നത്. ഇത് എന്ത് ഇരട്ടവേഷം? ഇരട്ടവേഷം നടത്താറില്ല. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. നമുക്കറിയാം, 4 ലക്ഷത്തിലധികം വരുന്ന കുട്ടികളാണ് 2011 മുതൽ 16 വരെയുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ നിന്ന് TC വാങ്ങിച്ച് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോയത്. കേരളത്തിൽ കണക്കുള്ളതാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് പോയിട്ടുള്ളത് അവിടെയാണ്. കേരളത്തിൽ ഈ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തുള്ളൊരു സ്കൂൾ, UP സ്കൂള്
വിൽപ്പനയ്ക്ക് വെച്ചപ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചത്. നമുക്കറിയാം. സർ, ഈ സഭയിൽ നിരന്തരമായി ഭരണകക്ഷി അംഗങ്ങൾ നടത്തുന്ന ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമല്ല. ഞാൻ കഴിഞ്ഞ സഭയിലും ഇവിടെ സാർ, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടി ആരെല്ലാമായിട്ടോ ഗൂഢാലോചന നടത്തി എന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പ്രചാര വേലയാണ് ഇവർ നടത്തുന്നത്. സാർ, ഞാൻ അന്നും ഇന്നും ഞാൻ ഈ സഭയിൽ പറയുന്ന കാര്യം, എവിടെയെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസംഗം ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി ഞങ്ങൾ നടത്തിയിട്ടില്ല. മേലാൽ ഇത്തരം കാര്യങ്ങൾ ഈ സഭയിൽ ഉന്നയിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് കൂടി അങ്ങ് നൽകിക്കൊണ്ട് ഇത് സഭാരേഖകൾ ഉണ്ടാകാൻ പാടില്ല. സാർ, ശരി, പരിശോധിക്കാം. അത് മനോരമ പത്രത്തിന്റെ പേജെടുത്ത് പരിശോധിച്ച വിൻസെന്റ് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടുത്തിയാൽ പരിശോധിക്കും. നമുക്കറിയാലോ, ഇവിടെ മറ്റു ചില അവിടെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ 10,000 കോടി രൂപ ഗവൺമെന്റ് ചിലവഴിച്ചത്. ലൈഫ് പാർപ്പിട പദ്ധതി നമുക്കറിയാം, സാഫല്യം പ്രഖ്യാപിച്ചു. എന്ത് വേഷമായിരുന്നു സാഫല്യം? 5 വർഷക്കാലം എത്ര പേർക്ക് വീട് കൊടുത്തു? ഇവിടെ കണക്കുണ്ടല്ലോ. ഇവിടെ 4,30,000 പേർക്ക് വീട് പൂർത്തീകരിച്ച് 5 ലക്ഷത്തിലധികം വീടുകൾ ഈ വരുന്ന സാമ്പത്തിക വർഷം പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരന് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കപ്പെടുകയാണ്. കേന്ദ്രം തരുന്ന വിഹിതമാണ്. ഇവിടെ നേരത്തെ പ്രതിഭ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറയുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ തുക ഈ ഗവൺമെന്റ് വകയിരുത്തുകയും കൊടുക്കുകയും ചെയ്തു. തടസ്സമില്ലാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. 2035 കമ്മീഷൻ ചെയ്യുന്നത് 2028 പൂർത്തീകരിക്കുകയാണ്. അതാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇച്ഛാശക്തി. കെ-ഫോൺ സാധാരണക്കാരന് നെറ്റ് സൗജന്യമായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതുപോലെ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് സാധാരണക്കാരന്റെ വീട്ടിനടുത്ത് സൗജന്യ ചികിത്സയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് 10,000 കോടി രൂപയാണ് ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷക്കാലമായി നൽകിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി 60,000-ലധികം വരുന്ന കേരളത്തിലെ ദരിദ്ര കുടുംബങ്ങളെ സമ്പൂർണ്ണമായി മോചിപ്പിച്ചുകൊണ്ട് 2025 നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ദിനത്ത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമായി കൊച്ചു കേരളം മാറുകയാണ്. കാർഷിക മേഖല നടത്തിയുള്ള ഇടവുകൾ നമുക്കറിയാമല്ലോ. കേന്ദ്ര നിലപാടുകൾ നമ്മൾ കൃത്യമായി പരിശോധിക്കണമല്ലോ. 25 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം മാറ്റിവെക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് ആളോഹരി വിഹിതമായി ഏകദേശം 75,000 കോടി രൂപ കിട്ടണം. അവിടെയാണ് കേന്ദ്രം അതിന് പകുതിക്ക് താഴെയായി നമുക്ക് നൽകുന്നത്. GSTയുടെ കോമ്പൻസേഷൻ നമുക്ക് നിർത്തലാക്കി. അതുപോലെ തന്നെ ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചു. 40,000 കോടി രൂപയാണ് കഴിഞ്ഞ 2 സാമ്പത്തിക വർഷമായി കൊച്ചു കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കേന്ദ്രത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇതിനിടയിൽ നാം നേരിടേണ്ടുന്ന ഓഗി, പ്രളയങ്ങൾ, നിപ്പ, കോവിഡ്, വയനാട് ദുരന്തമടക്കമുള്ള കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെയും ഈ ഗവൺമെന്റ് കരുത്തോടുകൂടി നേരിട്ടുകൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി എന്താ? കേരളത്തിലെ പ്രതിപക്ഷം മനോരമ പത്രത്തിന്റെ വാചകങ്ങളും അച്ചുനിരത്തിലും ഇല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം പൂജ്യമാണ്, വട്ടപൂജ്യമാണ്. മനോരമയുടെ കള്ളപ്രചാര വേലകൾ, മനോരമയടക്കമുള്ള കുത്തക മാധ്യമങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രം താളം തുള്ളുന്ന കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. നമുക്കറിയാമല്ലോ എന്തെല്ലാമാണ് ഇവിടെ നേരിട്ടത്. ഈ ഗവൺമെന്റിനെതിരായ എന്തെല്ലാം ആരോപണം കൊണ്ടുവന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഇലാക്കാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ, കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരായി നടത്തിയിട്ടുള്ളത്, ഒരു മതവിഭാഗത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഖുറാനെയും ബിരിയാണിയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും കൊണ്ടുവന്ന കള്ള കഥകൾ പൊളിഞ്ഞു വീണല്ലോ. ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തോ? ആ തട്ടിപ്പുകാരി അടക്കമുള്ള സ്വർണ്ണക്കടത്തുകാർക്കെതിരായി കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള കസ്റ്റംസ് അവസാനം ഒരു വിധി പുറപ്പെടുവിച്ചു. പ്രതിപക്ഷം എന്തേ പറയാത്തത്? 6.5 കോടി രൂപ അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഖുറാനിന്റെയും അതുപോലെ ഈന്തപ്പഴത്തിന്റെയും പേരുണ്ടായിട്ടുള്ള കെട്ടുകഥകളാണെന്ന് അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിച്ചു. ഏതെങ്കിലും ചാനലുകാരന്മാർ ഇവിടെ ചർച്ച ചെയ്തോ? ഏതെങ്കിലും മാധ്യമങ്ങൾ കഥകൾ എഴുതിയോ? അപ്പൊ കള്ളപ്രചാര വേലകൾ നടത്തിക്കൊണ്ട് നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാമെന്നാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ആ നുണക്കഥകളുടെയും അപസർപ്പകഥകളുടെയും പരിലാളനയിൽ മോഹം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്ത് കളയാമെന്ന് നിങ്ങൾ മോഹിക്കുകയാണെങ്കിൽ 59 അല്ല 2025 എന്ന് നന്നായി ഓർത്തുകൊള്ളണം. 59 കള്ളപ്രചാര വേല നടത്തി
സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മൗലികവാദികളുടെ പിന്തുണയോടുകൂടി കേന്ദ്രഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കുവാൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കരുത്ത് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ പ്ലാറ്റ്ഫോമിന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ സാധാരണക്കാരോടൊപ്പമാണ്. ആശാപ്രവർത്തകരെ കുറിച്ചൊക്കെ കണ്ണീരൊഴുക്കുകയാണ്. 1000 ഉലുവയാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്തപ്പോൾ കേരളത്തിൽ 7000-ലധികം രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. അംഗൻവാടി ടീച്ചർമാർക്ക് ഈ ഗവൺമെന്റ് 2016 അധികാരത്തിൽ വരുമ്പോൾ 2000 രൂപയാണ് ശമ്പളം ഉണ്ടായിരുന്നുവെങ്കിൽ അത് 12000 രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 600 രൂപയാണ് സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് കേന്ദ്രം കൊടുക്കുമ്പോൾ 8500 രൂപയാണ് കേരളം കൊടുക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെയും ക്ഷേമത്തിന് അർഹതപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഗവൺമെന്റിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, സാമ്പത്തിക പ്രയാസങ്ങളുടെ ദുരിതക്കടൽ നീന്തിക്കിടന്നുകൊണ്ട് ബഹുമാനിയായിട്ടുള്ള കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ നികുതി നിർദ്ദേശങ്ങളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.